പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന, മനുഷ്യനെ മതത്തിന്റെ പേരിൽ തെറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നെറികെട്ട ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുകയാണ്. 2 ദിവസം മുമ്പ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട്ടെ ജില്ലയുടെ അമരക്കാരൻ പറയുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിലായി, അടുത്ത കാലങ്ങളിലായി മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യായാമ ശൃംഖല MEX7 അല്ലെ, അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയുകയാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ്, CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോ മാരാർജി ഭവനിൽ ഇറങ്ങിയിട്ട് സുരേന്ദ്രൻ പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഈ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയാൻ കാരണം? അവർ കണ്ടെത്തിയിട്ടുള്ള ന്യായം, രാവിലെ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ, ആ MEX7-ന്റെ ഭാഗമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാവും. കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി, ഇവിടുത്തെ ജനസംഖ്യാനുപാതം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാകും. ഒരു ജിംനേഷ്യത്തിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്മളാരും മതം നോക്കാറില്ല, പക്ഷെ മതം നോക്കുന്ന 2 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. റേഷൻ കടയിൽ പോയ ക്യൂ നിൽക്കുന്നവരില്ലേ, അരി മണ്ണെണ്ണ വാങ്ങാൻ നിൽക്കുന്നവരിൽ